തിരുവനന്തപുരം നേമം താലൂക്ക് ആശുപത്രിക്കെതിരെയുണ്ടല്ലോ ചികിത്സാ പിഴവ് ആരോപണം വന്നിട്ടുണ്ട്. പെരിങ്ങമല സ്വദേശിയായ 14 വയസ്സുകാരിയുടെ കുടുംബമാണ് പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. കുത്തിവയ്പ് നടത്തിയതിലെ പിഴവ് ചലനശേഷിയെ ബാധിച്ചു എന്നാണ് പരാതി. ആരോപണങ്ങളിൽ യാഥാർത്ഥ്യമില്ല എന്ന് ആശുപത്രി അധികൃതർ പ്രതികരിച്ചു. വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കുടുംബം. 28-ാം തീയതി രാത്രിയായപ്പോൾ കൊച്ചിന് ശ്വാസം മുട്ടൽ കൂടി പെട്ടെന്ന് അടുത്തുള്ള ശാന്തിവിള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് നമുക്ക് ഡോക്ടർ ഇഞ്ചക്ഷൻ സജസ്റ്റ് ചെയ്ത് നെബുലൈസേഷൻ ചെയ്തു. അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത സമയത്ത് എടുത്തത് തെറ്റായ രീതിയിലായിരുന്നു. എയറിലാണ് ഇഞ്ചക്ഷൻ ചെയ്തത്. അപ്പം അത് ഇഞ്ചക്ഷൻ എടുത്ത ഉടനെ തന്നെ കൊച്ചിന് പെട്ടെന്ന് ഷിവറിങ്ങും ഒരു കൈകാൽ തളർച്ചയുണ്ടായി. അന്നേരം ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞു കൊച്ചിന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, ഇഞ്ചക്ഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴും ഇതേ അവസ്ഥ തുടർന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഡോക്ടർ പറഞ്ഞത് മനസ്സിലുണ്ടായിരുന്നു. പിറ്റേ സ്കൂളിൽ എക്സാം ആയിരുന്നു. അപ്പോൾ എക്സാമിന് കൊണ്ടുപോയി അവിടെ ചെന്ന് എക്സാം എഴുതി കൊണ്ടുവന്നപ്പോൾ തന്നെ കൊച്ച് വീണ്ടും കുഴഞ്ഞു വീണു. വീണ്ടും അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ശാന്തിവിള ഹോസ്പിറ്റൽ തിരിച്ച് കാണിച്ചപ്പോൾ അവരങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഞങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ചയല്ല. അന്നേരം കൊച്ചിന് ഓക്സിജൻ ലെവലൊക്കെ താഴ്ന്നു. പിന്നെ ഞങ്ങളത് പിന്നെ അവിടെ നിന്നൊരു ആംബുലൻസ് പോലും അറേഞ്ച് ചെയ്യാൻ തയ്യാറാവാതെ നമ്മൾ തന്നെയാണ് 108 വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ ചെന്നപ്പോൾ എല്ലാ ടെസ്റ്റുകളും നടത്തിയാലും യാതൊരുവിധ കുഴപ്പമില്ല. അപ്പം ഡോക്ടറുടെ ഭാഗത്തുനിന്നുള്ള അന്നേരം ഡ്യൂട്ടി ഡോക്ടറുടെ ഭാഗത്തുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ പറഞ്ഞത് ഈ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആവാം, അതിൽ കൂടെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറഞ്ഞിരിക്കും, അതുകൊണ്ട് കുട്ടിയുടെ കൈയിലും കാലും പ്രശ്നം ഉണ്ടായതായിരിക്കും. അത് അതായത് രാത്രിയിൽ കാഷ്വാലിറ്റി ഡോക്ടർ പറഞ്ഞത് അവൻ വേറെ ഒരു അസുഖവും കാണുന്നില്ല. അപ്പോൾ ഇത് പൊട്ടാസ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്ക് ശരിയാവും. 2 days ആയിട്ട് വെയിറ്റ് ചെയ്യണം ഞങ്ങൾ. പക്ഷേ ഇതുവരെ ഒരു മാറ്റമില്ല. കൈകാലെല്ലാം മടങ്ങി പോകുന്നൊരവസ്ഥ, കൈ നടക്കാൻ പറ്റുന്നില്ല, പരസായം നടക്കാത്തൊരു അവസ്ഥയിലാണ്. ഡോക്ടർമാരോട് രണ്ടാമത്തെ ദിവസം നമ്മളവിടെ പോകുമ്പോൾ അവരെന്താണ് പറയുന്നത്? അവരുടെ ഭാഗത്തുള്ള വീഴ്ച അല്ലെന്നാണ്. അവരുടെ ഭാഗത്തുള്ള വീഴ്ചയല്ല, ഞങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ചയല്ല. ഇത് ശ്വാസം മുട്ടലിൽ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നോർമലി ഉണ്ടാകുന്നൊരു അനുഭവമാണ്. പക്ഷെ എണീറ്റ് നടന്ന പോയി കൊച്ചു നടക്കാൻ പറ്റാത്ത പരസായം ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് നമുക്കൊരു ഈ വീഴ്ചയിൽ ഞങ്ങൾ പലരെയും ബന്ധപ്പെട്ടു. അതിന് പ്രകാരം നമ്മൾ SI കണ്ടു നേമം സ്റ്റേഷനിൽ. പുള്ളി പറയുന്ന വെച്ചാൽ അങ്ങനെ ഡോക്ടർമാരെ എഴുതത്തില്ല, നമ്മളെ കുറ്റപ്പെടുത്തിയുള്ള ഒരു സംസാരമാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾക്ക് നിയമപരമുള്ള സഹായം കിട്ടുന്നില്ല. ഈ കുട്ടിയുടെ അവസ്ഥയും മോശമായി. പെൺകുട്ടിയാണ്, 9th പഠിക്കുവാണ്, അവളുടെ വിദ്യാഭ്യാസ ഭാവിയും പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഉള്ളൊരു നീതി കിട്ടണമെന്നുള്ള ഞങ്ങൾ ഈ കുട്ടിയുടെ ഭാഗത്തുണ്ടായ ഈ ഒരു ബുദ്ധിമുട്ടിന് ആശുപത്രി അധികൃതർക്കുള്ള വീഴ്ച കണ്ടുപിടിച്ച് നമുക്ക് തരണം. തെറ്റായ രീതിയിൽ ഇഞ്ചക്ഷൻ എടുത്തു. അപ്പോൾ ഒരു ഭയമാണല്ലേ ഈ സർക്കാർ ആശുപത്രിയിൽ പോകാനിപ്പോൾ? തീർച്ചയായിട്ടും ഭയമാണ്. കാരണം ഞങ്ങൾക്ക് സർക്കാർ ഹോസ്പിറ്റലാണ് ഞങ്ങളുടെ സാധാരണക്കാരുടെ ആശ്രയം. അവിടെ ചെന്ന് ആരോഗ്യ മേഖല ഒരുപാട് വികസിച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയ അനുഭവം ഇതാണ്. ഇതുപോലെ തന്നെ ഒത്തിരി അനുഭവം ശാന്തിവിള ഹോസ്പിറ്റലിൽ ഉണ്ട്. പക്ഷേ ആരും മുന്നോട്ട് തയ്യാറല്ല. പക്ഷേ എൻ്റെ ഭാഗത്ത് കുട്ടിക്ക് ഉണ്ടായത് എനിക്കിത് കണ്ടുപിടിച്ചേ ഒക്കത്തുള്ളൂ. കാരണം എനിക്ക് മോളുടെ അച്ഛൻ മരിച്ചതാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കുടുംബം നോക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഇതിനുള്ള നീതി എനിക്ക് കിട്ടണമെന്നാണ് പറയാനുള്ളത്. കുട്ടിയുടെ അമ്മയാണ് പ്രതികരിച്ചത്. രാഹുൽ ജി നാഥുണ്ട് വിശദ വിവരങ്ങളുമായി നമുക്കൊപ്പം. രാഹുൽ, വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്കാണ് ഈ അവസ്ഥ വന്നിട്ടുള്ളത്. ഇതിൽ പരാതി നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും വലിയ പ്രതീക്ഷ എനിക്ക് തോന്നുന്നില്ല. ഇത്തരം ഒരുപാട് സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോയതാണ്, വാർത്തകൾ കണ്ടതാണ്. ഇതിലൊക്കെ എന്താണ് ഒടുവിൽ സംഭവിച്ചതെന്ന് നമുക്ക് അറിയാവുന്നതുമാണ്. അവർക്കും ഇതേക്കുറിച്ച് ധാരണയുണ്ടാവും അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇത്തരത്തിൽ ഈ അമ്മ ഇന്നലെ നമ്മോട് സംസാരിക്കുമ്പോൾ മുന്നോട്ട് വെച്ചത്. അതായത് 28ാം തീയതി ആദ്യമായാണ് ഇത്തരത്തിലൊരു ശ്വാസം മുട്ടലിൻ്റെ ഒരു ബുദ്ധിമുട്ട് മകൾക്കുണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായാണ് നേമം ശാന്തിവിളയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്നത്. ഈ താലൂക്ക് ആശുപത്രിയിൽ പോയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നു. അപ്പോൾ അലർജി ടെസ്റ്റ് നടത്തിയില്ല എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഈ കുടുംബം ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നു. ആരോഗ്യ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ നടക്കാൻ മറ്റൊരാളുടെ സഹായമില്ലാതെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ കൈകാലുകൾക്ക് നീരുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് നമുക്ക് മകളെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി അന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. ആ ദിവസം ഈ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു. ബുദ്ധിമുട്ടിൻ്റെ തുടക്കമായിരുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. വീട്ടിലേക്ക് വരുന്നു. പിറ്റേ ദിവസം പരീക്ഷയായതിനാലാണ് വീട്ടിലേക്ക് മടങ്ങിയത്. പിറ്റേന്ന് സ്കൂളിൽ പോയപ്പോഴും ഈ ആരോഗ്യ പ്രശ്നം തുടരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് വീണ്ടും ആശുപത്രിയിൽ പോകുമ്പോൾ ഇത് മാറിക്കൊള്ളും, ഈ പ്രശ്നം മാറിക്കൊള്ളും, ആഹാരം നന്നായി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർമാർ പറഞ്ഞയക്കുന്നതെന്ന് കുടുംബം നമ്മോട് പറഞ്ഞത്. അതിനുശേഷവും ഇത്തരത്തിൽ നടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് കുട്ടിക്ക് മാനസികമായി ഇനി നടക്കാൻ കഴിയില്ലെന്ന് ആശങ്കയുണ്ടാകുന്നു. വീട്ടുകാർക്കും ഇത്തരത്തിൽ എന്താണ് സംഭവിച്ചതെന്നറിയാത്ത ഒരു പ്രശ്നം ഉണ്ടാകുന്നു. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കുത്തിവെപ്പിലുണ്ടായ ഒരു പിഴവാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന്
ഈ കുടുംബം ആവർത്തിക്കുന്നത്. അപ്പോഴും നമ്മൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ടു സൂപ്രണ്ടുമായി സംസാരിച്ച ഘട്ടത്തിലൊക്കെ പറയുന്നത് ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്, വേണ്ട ചികിത്സയാണ് നൽകിയത്. ആ നൽകിയ ചികിത്സ കൃത്യമായി അവരുടെ ഈ മെഡിക്കൽ ഷീറ്റിൽ എഴുതി നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടത് എങ്ങനെയാണെന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള സാവകാശം അവർക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും അവർ നൽകിയ മരുന്നിൻ്റെ ഭാഗമല്ല ചികിത്സയുടെ ഭാഗമായി ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരില്ല എന്ന് ആശുപത്രി അധികൃതർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകുമ്പോഴാകും ഇതിൻ്റെ ഈ ശാസ്ത്രീയമായ വശങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തതയുണ്ടാകുക. എന്നിരുന്നാലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ ആരോഗ്യവതിയായി പോയ 14 വയസ്സുകാരി വിസ്മയ പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഈ ചികിത്സയുടെ ഭാഗമായി വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് കുടുംബം പറയുന്നത്. ഏതായാലും ആരോപണം ഗുരുതരമാണ്. അതിന് ബോധ്യപ്പെടുത്തുകയോ അതിന് കൃത്യമായി മറുപടി നൽകേണ്ടതോ ആശുപത്രി അധികൃതരാണ്. എന്തായാലും നിലവിൽ അവർ മറുപടി പറയുന്നത് ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മുന്നോട്ട് പോലീസിൽ ഉൾപ്പെടെ കേസ് നൽകി ആരോപണം അടിസ്ഥാനരഹിതമാണെങ്കിൽ എന്തുകൊണ്ടത് അങ്ങനെ സംഭവിച്ചു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ ഈ ആശുപത്രി അധികൃതർക്ക് കഴിയണ്ടേ? മറ്റെന്തെങ്കിലും അസുഖത്തിന്റെ ഭാഗമാണോ ഇത്തരത്തിൽ പൂർണ്ണ ആരോഗ്യമുള്ള വളരെ ചെറിയ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിന് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് അവർ പറയണ്ടേ? രാഹുൽ, ആദ്യഘട്ടത്തിൽ ഈ അലർജിയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ് പറഞ്ഞത്. ആ സമയത്താണ് ആശുപത്രിയിൽ നിന്ന് ഇവർ മടങ്ങുകയും ചെയ്യുന്നത്. 2 ദിവസത്തിനുള്ളിൽ ആ ഒരു പ്രശ്നം മാറുമെന്ന് പറഞ്ഞാണ് ആ സമയത്ത് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ ഇവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്. പിന്നീട് ഇപ്പോൾ എന്തായാലും മറ്റൊരു ആശുപത്രി, സ്വകാര്യ ആശുപത്രിയുടെ ഒരു ചികിത്സ തേടാനുള്ള ഒരവസ്ഥയിലാണ് അവർ ഉള്ളത്. ഇതിലേറ്റവും പ്രധാനം ഇവർക്ക് ഞാൻ ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ പിന്നീട് ഇത്തരത്തിൽ ഇപ്പോൾ ഈ കുടുംബം ആരോപിക്കുന്ന തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷം അവർക്ക് കുട്ടിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല, ആശുപത്രിയിലേക്ക് പോയിട്ടുമില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് കാരണം എന്താണെന്ന് പറയാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോഴും അലർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരുന്നു ഇവരോട് പറഞ്ഞതും. പറഞ്ഞയക്കുമ്പോൾ അങ്ങനെയായിരുന്നു എന്നാണ് അവർ ഉന്നയിക്കുന്ന കാര്യം. എന്തായാലും ഇതിൽ സത്യാവസ്ഥ എന്താണെന്ന് തെളിയുന്നത് മോദി സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രീയമായ പരിശോധന അനിവാര്യമായൊരു ഘട്ടമാണ്. ഇത്തരത്തിൽ ഇവർ നൽകിയ മരുന്നുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിൽ അത് ഗുരുതരമായ കാര്യമായി നിലനിൽക്കുകയാണ്. എന്തായാലും നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ്. ശരി, രാഹുൽ ജി നാഥാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോട്ടെ, എല്ലാ പിന്തുണയും മാധ്യമം എന്ന നിലയിൽ മാതൃഭൂമിയുടെ ഭാഗത്തു നിന്നുണ്ട്. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്താൻ നമ്മൾ ഒപ്പം നിൽക്കാറുണ്ട്. ഈ കാര്യത്തിലും അത് തന്നെ, ആ പിന്തുണ തന്നെ ഉണ്ടാവുമെന്ന് കുടുംബത്തിന് ഉറപ്പ് തരികയാണ്.